Hi friends, welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായുള്ള ഒരു സൂപ്പാണ്. അത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മുരിങ്ങയില വെച്ചാണ്. ഞാൻ അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 2 പിടിയോളം മുരിങ്ങയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തതാണ്, ഒരു 10 ചുമന്നുള്ളി, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ബട്ടർ. ഇത്രയുമാണ് നമ്മുടെ മുരിങ്ങയില സൂപ്പ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്കിതിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 പിടിയോളം മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനായി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ 5 മിനിറ്റ് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു ജ്യൂസ് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. സൂപ്പായിട്ട് നമുക്ക് മുതിർന്നവർക്ക് ഇതൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് മുരിങ്ങയില. കോൺസ്റ്റിപ്പേഷനും ബ്ലഡ് കുറവുള്ളവരും ഒക്കെ ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ ജ്യൂസ് തന്നെ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലതുപോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സൂപ്പ് റെഡിയാക്കിയ അതേ കടായിലേക്ക് തന്നെ ഇതൊഴിച്ചു കൊടുത്ത് കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സൂപ്പ് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് സൂപ്പ് ബോയിലായി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.